ഫിഗർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും, ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, ഇംഗ്ലീഷ് സിനിമകളിൽ. അതേപോലെ തന്നെ മലയാളത്തിൽ പാർവതിയുടെ ഒരു സിനിമ ഉയരെ എന്ന് പറഞ്ഞൊരു സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടവറിൻ്റെ എയർപോർട്ടിനകത്തുള്ള ഈ ഒരു ടവറിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ഫുൾ ടൈം റെഗുലർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ എനി ഡിസിപ്ലിൻ. അതിലെന്താണ് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഷുഡ് ബി സബ്ജക്ട് ഓഫ് എനി ഓഫ് ദ. എസ്പെഷ്യലി മലയാളികൾ ഈ എക്സാമിനേഷനെ കുറിച്ച് ധാരണ വളരെ കുറവായതുകൊണ്ട് ഞാനൊന്നും ഈ എക്സാമിനേഷനെ കുറിച്ച് ഞാൻ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ എയർ ട്രാഫിക് കൺട്രോളർ എക്സാമിനേഷനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിനെ കുറിച്ചൊന്ന് വീഡിയോസുകൾ ചെയ്യാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു ഫിഗർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ഫിഗർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും, ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, ഇംഗ്ലീഷ് സിനിമകളിൽ. അതേപോലെ തന്നെ മലയാളത്തിൽ പാർവതിയുടെ ഒരു സിനിമ ഉയരെ എന്ന് പറഞ്ഞൊരു സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടവറിൻ്റെ എയർപോർട്ടിനകത്തുള്ള ഈ ഒരു ടവറിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. അത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലാണ് ATC അഥവാ എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള പോസ്റ്റ് ഉണ്ടാവാറുള്ളത്. സോ എന്തെല്ലാമാണ് ഈ ഒരു പോസ്റ്റിൻ്റെ പ്രത്യേകത, ആർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും, ഏത് ഏജ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇതിനെന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാൻ ഞാൻ പറയാൻ കാരണം, ബിടെക് ഇത്തവണ കഴിഞ്ഞ ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്നത്. വളരെ ഹൈ ആയിട്ടുള്ള റെമ്യൂണറേഷനാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് എന്ന് മാത്രമല്ല, ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. സോ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണെങ്കിൽ ഇയർലി 2 തവണ കഴിഞ്ഞ പ്രാവശ്യം എക്സാം നടന്നിട്ടുണ്ട്, ഇത്തവണയും എക്സാംസ് ഉടനെ നടക്കാൻ സാധ്യതയുമുണ്ട്. സോ എയർ ട്രാഫിക് കൺട്രോളർ പോസ്റ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു എക്സാമിനേഷനിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തുന്ന ഈ ഒരു എക്സാമിനേഷനിൽ ഈ ഒരു പോസ്റ്റിൻ്റെ എന്താ പറയുക, ജോബ് റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണ്. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ആൻഡ് അപ്ഗ്രേഡിംഗ്, മെയിൻറ്റെയിനിങ് ആൻഡ് മാനേജിങ് സിവിൽ ഏവിയേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ബോത്ത് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് എയർ സ്പേസ് ഇൻ ദ കൺട്രി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ജോബ് റോളായിട്ട് പറയുന്നത്. അതേപോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ മിനി രത്ന കാറ്റഗറി 1 സ്റ്റാറ്റസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, മിനി രത്ന കാറ്റഗറി 1 സ്റ്റാറ്റസ് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതെന്താണ്, ഹൈ സാലറി ആയിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ വരുന്ന ഒരു പോസ്റ്റ് എന്നായിരിക്കും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈ ഒരു എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പം ഈ എക്സാമിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോളർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തത് ഫുൾ ടൈം ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് 3 years ഇൻ സയൻസ് BSc വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. അതായത് നിങ്ങൾക്ക് BSc ഡിഗ്രി ഉണ്ടെങ്കിൽ, BScയിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഫിസിക്സും പഠിച്ചിരിക്കണം, ഓപ്ഷണലായിട്ട് മാത്സും, അല്ലെങ്കിൽ മാത്സും ഓപ്ഷണലായിട്ട് ഫിസിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഫുൾ ടൈം റെഗുലർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ എനി ഡിസിപ്ലിൻ. അതിലെന്താണ് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഷുഡ് ബി സബ്ജക്ട് ഓഫ് എനി ഓഫ് ദ സെമസ്റ്റർ കരിക്കുലം. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫസ്റ്റ് ഇയറിൽ ബിടെക്കിൻ്റെ ഫസ്റ്റ് ഇയർ നിങ്ങൾ ഫിസിക്സും മാത്സും എന്ത് ചെയ്യുന്നുണ്ട്, സബ്ജക്റ്റായിട്ട് പഠിക്കുന്നുണ്ട്. സോ ബിടെക് എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിഗ്രിയുള്ള എല്ലാ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. BSc വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, കാൻഡിഡേറ്റ് ഷാൽ ഹാവ് മിനിമം പ്രൊഫിഷ്യൻസി ഇൻ ബോത്ത് സ്പോക്കൺ ആൻഡ് റിട്ടൺ ഇംഗ്ലീഷ് ഓഫ് ദ ലെവൽ 10+2 സ്റ്റാൻഡേർഡ്. ഇംഗ്ലീഷിൽ സ്പോക്കൺ ആൻഡ് റിട്ടൺ കേപ്പബിലിറ്റീസ് ഉണ്ടായിരുന്നാണ് പറയുന്നത്. ദ കാൻഡിഡേറ്റ് ഷാൽ ഹാവ് പാസ് ഇംഗ്ലീഷ് ഇസ് വൺ ഓഫ് ദ സബ്ജക്ട് ഇൻ 10th or 12th സ്റ്റാൻഡേർഡ്. എന്തായാലും ഇംഗ്ലീഷ് പാസ്സാവാണ്ട് എന്ത് ചെയ്യില്ല, 10th 12th ഒന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അല്ലേ. സോ അതൊരു ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാ ബിടെക്കുകാർക്കും അപ്ലൈ ചെയ്യാം. ഡിഗ്രി ഉള്ള ആളുകളാണെങ്കിൽ BSc ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ ഏജ് ലിമിറ്റ് ആൻഡ് റിലാക്സേഷൻ നോക്കാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഏജ് 27 വരുന്നുള്ളൂ. ഓക്കെ, അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഏജ് ലിമിറ്റ് ആണ് അല്ലേ. അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എല്ലാ ഏജിലുള്ള ആളുകൾക്ക് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം അല്ല. ഇപ്പോൾ PSC ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ഏജസിലുള്ള ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നന്നായിട്ട് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിടെക് നിങ്ങൾ പാസ്സാകുന്നത് നിങ്ങളൊരു
23 ഇയേഴ്സൊക്കെ ആകുന്ന സമയത്താണ് നിങ്ങൾ BTech പാസ് ഔട്ടായിട്ട് മുന്നോട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ വിത്തിൻ ഒരു 4 ഇയേഴ്സ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഈ എക്സാമിന് വേണ്ടിയിട്ട് കിട്ടുന്നുള്ളൂ. സോ ആ ഒരു ടൈമിലുള്ള ആളുകൾ മാത്രമായിരിക്കും ഇതിന് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഒരു പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? സോ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് കേട്ടിട്ട് പോലും നിങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേക്കുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ആൾക്കാർ കോമ്പീറ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണം എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. എസ്പെഷ്യലി മലയാളികൾ ഈ എക്സാമിനേഷനെ കുറിച്ച് ധാരണ വളരെ കുറവായതുകൊണ്ട് ഞാനൊന്നും ഈ എക്സാമിനേഷനെ കുറിച്ച് ഞാൻ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലൂടെ ഇതേപോലുള്ള വീഡിയോസുകൾ എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സോ നമ്മൾ ഈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എയർ ട്രാഫിക് കൺട്രോളറിൻ്റെ ക്വാളിഫിക്കേഷനും അതേപോലെ തന്നെ ഏജ് റിലാക്സേഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അപ്പർ ഏജ് ലിമിറ്റിൽ ഒരു ചെറിയ റിലാക്സേഷൻ ഉണ്ട്. 5 years ഫോർ SC ST ആൻഡ് 3 years ഫോർ OBC ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ OBC കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾക്ക് 30 years വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ SC ST കാറ്റഗറിയിലാണെങ്കിൽ 32 വയസ്സ് വരെയുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വർഷം തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പടപടയെന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കും. വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും എക്സാം നടക്കുന്നുണ്ടാവുക. പ്രിപ്പറേഷൻ എന്നുള്ള ടൈം വേണ്ടത്ര കിട്ടാതെ പോകും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരേ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. സോ എൻട്രിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കോഴ്സ് നമ്മൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എയർ ട്രാഫിക് കൺട്രോളർ പോസ്റ്റിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സ്പെഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.